തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണം അട്ടിമറിച്ചെന്ന ഗുരുതര ആരോപണവുമായി VS സുനിൽകുമാർ. ദേവസ്വങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം റിപ്പോർട്ട് പോലീസ് മറച്ചുവെച്ചെന്നും സുനിൽകുമാർ ആരോപിച്ചു. വിഷയത്തിൽ ചീഫ് സെക്രട്ടറിക്കും DGPക്കും വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകും എന്ന് സുനിൽകുമാർ പറഞ്ഞു. അങ്ങനെ ഒരു അന്വേഷണം നടത്തിയതായി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് അറിവില്ല എന്ന മറുപടി നൽകിയത് എനിക്ക് ഞെട്ടലുണ്ടാക്കിയ ഒരു കാര്യമാണ്. കാരണം അപ്പം മൊഴിയെടുക്കൽ പ്രഹസനം നടത്തി റിപ്പോർട്ട് ആരോ മറച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അങ്ങനെയാണെങ്കിൽ അത് കുറച്ചും കൂടി ഗൗരവമായ സംഗതിയായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ആലോചിക്കുന്നത് വിവരാവകാശ നിയമപ്രകാരം ഒരു മീഡിയ കൊടുത്തിട്ടുള്ള അപേക്ഷയ്ക്ക് നൽകിയ മറുപടിയിലാണ് ഇങ്ങനെ പറഞ്ഞതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പം വസ്തുത കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ തന്നെ നേരിട്ട് DGPയുടെ ഓഫീസിലും ചീഫ് സെക്രട്ടറി ഓഫീസിലും വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പോലീസിനെതിരെ പരാതി ഉയർന്ന സാഹചര്യത്തിൽ ജഡ്ജിയോ റിട്ടയർഡ് ജഡ്ജിയോ അന്വേഷിക്കട്ടെ എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. 2-3 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം. സത്യം മൂടിവെക്കില്ല എന്നുറപ്പുള്ള അന്വേഷണമാണ് വേണ്ടതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പോലീസിന് നേരെ ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് നിലവിൽ പ്രവർത്തിക്കുന്ന ഒരു ജസ്റ്റിസിനെയോ അതല്ല ഒരു റിട്ടയർഡ് ജസ്റ്റിസിനെ കൊണ്ടേ പറ്റൂ എന്നുണ്ടെങ്കിൽ ആ സംവിധാനത്തിന് സമയബന്ധിതമായി അടുത്ത പൂരം വരെയൊന്നും പോകരുത്. ജോലി ഏൽപ്പിച്ചാൽ 1, 2, 3 മാസം കൊണ്ട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം. ജുഡീഷ്യൽ അന്വേഷണം എന്ന് ഞാൻ പറഞ്ഞില്ല. അതിന് യോഗ്യനായ ഒരാളെ കൊണ്ട് ആ സത്യം മൂടി വെക്കപ്പെടില്ല എന്ന് പറയുന്ന അന്വേഷണം വേണം. അതേസമയം അന്വേഷണം നടന്നില്ല എന്ന വാദം തള്ളുകയാണ് തിരുവമ്പാടി ദേവസ്വം. ADGP നിയോഗിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ മൊഴി രേഖപ്പെടുത്തിയിരുന്നുവെന്ന് ദേവസ്വം ഭാരവാഹികൾ പറഞ്ഞു. IG ഓഫീസിൽ വിളിക്കുകയും അവിടെ വെച്ച് ഞങ്ങളൊരു ദിവസം കാലത്ത് വന്നിട്ട് 3-3:30 മണിവരെ 3 മണിവരെ ഭക്ഷണം വരെ കഴിക്കാണ്ടാണ് നമുക്ക് ഇരു ദേവസ്വങ്ങളെയും പ്രസിഡന്റും സെക്രട്ടറിയും 2 ദേവസ്വങ്ങളെയും പ്രസിഡന്റും സെക്രട്ടറിയും അവിടെ ഇരുന്ന് മൊഴി കൊടുത്തത്. അതിനുശേഷം ആ മൊഴിയിൽ ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തു. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതിൻ്റെ രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിൻ്റെ കോപ്പി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. എല്ലാം വളരെ വിശദമായി പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ദൃശ്യമാധ്യമത്തിലൂടെ നമ്മൾ അറിയാൻ സാധിക്കുന്നത് വിവരാവകാശ പ്രകാരം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇങ്ങനൊരു പ്രഹസനവും ഇങ്ങനത്തെ ഒരു പേക്കൂത്തും കാണിക്കുന്ന ഒരു പരിപാടിയിലേക്ക് ദയവ് ചെയ്തിനി ദേവസ്വങ്ങളെ ഉപയോഗിക്കരുത്. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്നും. സൂരജ്, ഇതിലിപ്പോൾ ദേവസ്വങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ദേവസ്വങ്ങൾ തന്നെ പറയുന്നു. പക്ഷേ അന്വേഷണത്തെ പറ്റി വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടി അങ്ങേയറ്റം തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു പരിശോധന, ഒരു അന്വേഷണം, ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്ന നിലയിൽ നടന്നിട്ടില്ല എന്ന പ്രാഥമിക സൂചനകൾ ഉള്ളതാണ്. എങ്ങനെയാണ് അത് സംഭവിച്ചത്? അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിശദീകരണം ഈ അന്വേഷണ സംഘത്തിന് നൽകാനുണ്ടോ? വിജയകുമാർ, ഇത് തന്നെയാണ് സുനിൽകുമാറും ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് സംബന്ധിച്ച് ദേവസ്വങ്ങളുടെ അടക്കം മൊഴി രേഖപ്പെടുത്തുക എല്ലാം ചെയ്തതാണ്. പിന്നീട് എങ്ങനെ ഒരു അന്വേഷണം നടന്നില്ല എന്ന തരത്തിൽ വിവരാവകാശ പ്രകാരം മറുപടി ലഭിക്കും എന്നുള്ളതാണ് സുനിൽകുമാർ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് പൂഴ്ത്തുന്ന നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. പോലീസിലെ ചിലർ ഇടപെട്ടുകൊണ്ട് ഈ റിപ്പോർട്ട് പൂഴ്ത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയാണ് ഇത്തരത്തിലൊരു അന്വേഷണം നടത്തണം, അതായത് പൂരം അട്ടിമറിച്ചത് ആര് എന്ന് കണ്ടെത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചത്. മുഖ്യമന്ത്രിയുടെ ആ നിർദ്ദേശത്തെ പോലും അല്ലെങ്കിൽ മുഖ്യമന്ത്രി നിർദ്ദേശിച്ച അന്വേഷണത്തെ പോലും പോലീസിലെ ചിലർ അട്ടിമറിക്കുകയായിരുന്നു എന്ന കടുത്ത വിമർശനമാണ് സുനിൽകുമാർ മുന്നോട്ട് വെക്കുന്നത്. സുനിൽകുമാർ ഉന്നയിച്ച ആരോപണങ്ങൾ അത് ശരിവെക്കുകയും ചെയ്യുന്നുണ്ട് ഒരു പരിധിവരെ തിരുവമ്പാടിയും. അവർ പറയുന്നത് ADGP നിർദ്ദേശിച്ച പ്രകാരം എത്തിയ ഉദ്യോഗസ്ഥന് തങ്ങൾ മൊഴി ഉൾപ്പെടെ നൽകിയതാണ്. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ ഇപ്പോൾ ഉയരുന്ന ഈ വിവരാവകാശ നിയമപ്രകാരം വരുന്ന മറുപടികൾ ഒരു തരത്തിലും വിശ്വസിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് തിരുവമ്പാടിയും പറയുന്നത്. സമാന നിലപാട് തന്നെയാണ് പാറമേക്കാവിനും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. സുരേഷ് ഗോപി ആകട്ടെ ഇതിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നൊരു നിലപാടിലാണ് നിലവിൽ കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപിയും ഉള്ളത്. വിജയകുമാർ, ഇതിൽ തുടരന്വേഷണത്തിന്റെ സാധ്യത, വീണ്ടും ഒരു അന്വേഷണത്തിന്റെ സാധ്യത, അതിലേക്കൊക്കെയാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? ഇപ്പോൾ CPI അത് കടുത്ത നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. നേരത്തെ ജില്ലാ നേതൃത്വം, അതിനു മുമ്പ് സുനിൽകുമാർ, ഇപ്പോൾ വീണ്ടും ഇതിലൊരു രാഷ്ട്രീയ ആവശ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള കൂടുതൽ അന്വേഷണം അതിലേക്കല്ലേ നീങ്ങേണ്ടി വരിക? ഈ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്ന് ഉറപ്പാണെങ്കിൽ ഞാൻ വരാം. തുടരുക സൂരജ്. ഇപ്പോൾ VS സുനിൽകുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സുനിൽകുമാർ, ഇതിൽ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്ന നിഗമനത്തിലേക്ക്, അത്തരമൊരു വിമർശനത്തിലേക്ക് താങ്കൾ എങ്ങനെയാണ് എത്തുന്നത് ഇപ്പോൾ?
അല്ല, ഇതിലെ പ്രശ്നം എന്താന്ന് വെച്ചാല് ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടാണ് ഇവിടുത്തെ കമ്മീഷണർക്കെതിരായി നടപടി സ്വീകരിച്ചതും ഇത് ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ DGPയുടെ നേതൃത്വത്തിൽ അന്വേഷിച്ച് ഇതിന്റെ സത്യസന്ധമായ കാര്യങ്ങൾ മനസ്സിലാക്കി നടപടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്, കേരള ഗവൺമെന്റാണ്. അങ്ങനെ ഇരിക്കെ ഒരു വിവരാവകാശത്തിന്റെ ചോദ്യത്തിന് മറുപടിയായി DGP ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഒരു അന്വേഷണം തന്നെ അറിയില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ ഖേദകരവും വളരെ ഞെട്ടിപ്പിക്കുന്നതുമായ സംഗതിയാണ്. അതിന്റെ സത്യസ്ഥിതി എന്താണെന്നുള്ളത് സർക്കാർ എന്തായാലും അതിനെ സംബന്ധിച്ച് പറയാൻ സർക്കാരിന് സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്വേഷണം നടന്നിട്ടില്ല എന്ന് തന്നെ ഒരു പോലീസ് ഓഫീസ് അല്ലെങ്കിൽ പോലീസിന്റെ ഹെഡ് ഓഫീസിൽ നിന്നും ഒരു മറുപടി കൊടുക്കുക എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നത്? അപ്പൊ പിന്നെ ഇവിടെ നടന്ന അന്വേഷണത്തിന്റെ ഭാഗമായി ദേവസ്വം ബോർഡ് അധികാരികളെ വിളിച്ചുകൂട്ടി മൊഴിയെടുത്ത ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ വന്ന് മൊഴിയെടുത്താണ് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ വന്ന് മണിക്കൂറുകൾ നീണ്ട മൊഴിയെടുപ്പ് നടത്തിപ്പോയത് എന്തിനു വേണ്ടിയായിരുന്നു? അപ്പോ ഗവൺമെന്റിന്റെ ഒരു പ്രഖ്യാപനം, ആ പ്രഖ്യാപനത്തിന്റെ പിന്തുടർന്നുകൊണ്ടുള്ള അന്വേഷണവും മൊഴിയെടുപ്പിലൊക്കെ നടന്നതിന് ശേഷം പിന്നെ അങ്ങനെ അന്വേഷണത്തെ പറ്റി അറിയില്ല എന്ന് പറയുന്നത് വളരെ ഗുരുതരമായൊരു വിഷയമായിട്ടാണ് ഞാൻ കാണുന്നത്. താങ്കൾ നേരത്തെ ഈ വിവാദം ADGPയുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായ ഘട്ടത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു മെയിൽ അയച്ചിരുന്നു ഈ അന്വേഷണവുമായി, അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണം എന്നാവശ്യപ്പെട്ട്. ആ ഘട്ടത്തിൽ അതിന് പിന്നീട് മറുപടി ലഭിച്ചില്ല എന്നാണ് നേരത്തെ താങ്കൾ പറഞ്ഞത്. അതിന്റെ സ്റ്റാറ്റസ് എന്താണ്? ഇപ്പോഴും അതിന് മറുപടി ഒന്നും ലഭിച്ചിട്ടില്ല, അങ്ങനെ തന്നെയാണോ? എനിക്ക് അതിന്റെ മറുപടി എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ അതിനിടയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ബന്ധപ്പെട്ടിരുന്നു. അപ്പോ ഉടനെ തന്നെ അതിലെ നടപടി ഉണ്ടാവും എന്ന് എന്നോട് പറയുകയും ചെയ്തിരുന്നു. പക്ഷെ ഇതുവരെ എനിക്ക് അതിന്റെ മറുപടികളൊന്നും കിട്ടിയിട്ടില്ല. അതിന്റെ സമയം എടുത്ത് വരട്ടെ. പക്ഷെ ഇപ്പോ അങ്ങനെ ഒരു അന്വേഷണം തന്നെ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ അത് നമ്മളെ വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ അന്വേഷണം തന്നെ നടന്നിട്ടില്ല എന്ന് പറയാൻ മാത്രം ഏത് ഉദ്യോഗസ്ഥനാണ് അങ്ങനെ മറുപടി കൊടുക്കാൻ ധൈര്യമുള്ള ആളാരാണ്? അതിനെ കൊടുക്കുന്നത് ശരിയല്ലല്ലോ. അത് ശരിയാണ്. VS സുനിൽകുമാർ, ഇവിടെ ദേവസ്വം പറയുന്നു അവരുടെ മൊഴി ഏതാണ്ട് 3-4 മണിക്കൂർ തുടർച്ചയായി എടുത്തിട്ടുണ്ട്, ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ എടുത്തിട്ടുണ്ട്. ആ മൊഴി രേഖപ്പെടുത്തൽ അപ്പുറത്തേക്ക് ഒന്നും നടന്നിട്ടില്ലെന്ന് വേണം ഇപ്പോൾ ഈ വിവരാവകാശ മറുപടി അനുസരിച്ച് നമ്മൾ വിലയിരുത്തേണ്ടത്. അതിനപ്പുറം ഒന്നും നടന്നിട്ടില്ല. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം പിന്നീട് മുന്നോട്ട് പോകേണ്ട എന്ന് തീരുമാനിച്ചത്? എന്തുകൊണ്ടായിരിക്കാം? ആരായിരിക്കാം? എന്താണ് താങ്കൾ സംശയിക്കുന്നത്? ഇപ്പോൾ ADGP MR അജിത് കുമാറിനെതിരെ വലിയ ആരോപണം ഈ വിഷയത്തിൽ ഉയർന്നു വരുന്നുണ്ട്, രാഷ്ട്രീയമായും അല്ലാതെയും ഒക്കെ. അത് തന്നെയാണ് ഇതിലും നടന്നത് എന്നാണോ കരുതുന്നത്? അല്ല, വിവരാവകാശത്തിന്റെ ചോദ്യത്തിന് വേണമെങ്കിൽ ഒരു മറുപടി പറയാൻ ഞങ്ങളുടെ അന്വേഷണം പൂർത്തീകരിച്ചിട്ടില്ലെന്നോ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് അങ്ങനെ ഒരു സംഗതി ഇല്ല, അങ്ങനെ ഒരു അന്വേഷണം ഇല്ല എന്ന് പറയുന്നതാണ് നമ്മളെ വിഷമുണ്ടാക്കുന്ന ഒരു കാര്യം. അപ്പൊ അതിന്റെ പിന്നിൽ കൃത്യമായ ഒരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ളത് ശരിവെക്കുന്നതാണ്. തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് അല്ലെങ്കിൽ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ അലങ്കോലപ്പെട്ടത് യാദൃശ്ചികമായിട്ടുണ്ടായിട്ടുള്ള സംഭവമല്ല. അതിന്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ താല്പര്യത്തോട് കൂടിയിട്ടുള്ള ഇടപെടലുകൾ അതിന്റെ പിന്നിലുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ അന്നും ഇന്നും നാളെയും അതിനെ പറയും. ഒരു സംശയം കരുതില്ല. അത് ഇനി എന്ത് തന്നെ അതിനെ സംബന്ധിച്ച് അതില്ല എന്ന് വരുത്തിക്കാൻ ആര് ശ്രമിച്ചാൽ അത് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അതിന്റെ ഓരോ സംഭവവികാസം തൃശ്ശൂർ പൂരത്തിന്റെ ഒരു ചടങ്ങും ആരും മുടക്കാൻ ശ്രമിച്ചിട്ടില്ല. ആരാ മുടക്കാൻ ശ്രമിച്ചത്? ആ മുടക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർ പുറത്തു കൊണ്ടുവരേണ്ടത് ജനങ്ങളുടെ വികാരമാണ്, ജനങ്ങളുടെ ആവശ്യമാണ്. കാരണം അവിടെ ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയായി പോയി എന്ന ഒറ്റ കാരണത്താൽ ആ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുണ്ടായുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങളടക്കമുള്ള ആളുകൾ പൂരത്തിനെതിരായി നിൽക്കുന്നു, പൂരം തകർക്കാൻ ശ്രമിക്കുന്നു, വെടിക്കെട്ടില്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന നിലയിൽ വളരെ ഏകപക്ഷീയമായ രീതിയിൽ എനിക്കെതിരെ പ്രചരണം ആ മണ്ഡലത്തിൽ മുഴുവൻ നടത്തിയില്ലേ? ആരാ നടത്തിയത്? അത് നടത്തിയ മുഴുവൻ ഇവിടുത്തെ BJP RSS ആളുകളായിരുന്നില്ലേ? അവരിൽ അതിനെ പ്രചരണം നടത്തി കൊടുത്തത്. അപ്പൊ അങ്ങനെ ഒരു പ്രചരണത്തിന് വിധേയമാക്കപ്പെട്ട ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇലക്ഷൻ തോറ്റോ ജയിച്ചോ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സത്യം പുറത്തു കൊണ്ടുവരേണ്ടത് ഒരു ആവശ്യമാണ്. അല്ല, ഇപ്പോൾ സുരേഷ് ഗോപി പറയുന്നു ഒരു റിട്ടയർഡ് ജഡ്ജിയോ അല്ലെങ്കിൽ ഒരു ജഡ്ജിയോ അന്വേഷിക്കട്ടെ, പോലീസിനെതിരെ ആരോപണം ഉണ്ടല്ലോ എന്ന് പറയുന്നു. അപ്പോൾ ഇനിയിപ്പോൾ താങ്കൾ ഈ പോലീസ് അന്വേഷണം നടന്നിട്ടില്ല അല്ലെങ്കിൽ നടക്കുന്നില്ല എന്ന് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് പറയുന്നു. അപ്പോൾ ഇനി എന്ത് ചെയ്യും ശ്രീ സുനിൽകുമാർ? ഈ പറഞ്ഞ സ്ഥാനാർത്ഥിയായി ജയിച്ച ആള് ഈ പോലീസ് കമ്മീഷണർ മാറ്റാൻ പാടില്ല എന്ന് എന്തുകൊണ്ടാണ് പ്രസ്താവന നടത്തിയതുകൊണ്ടാണ്?
പോലീസ് കമ്മീഷണർ വളരെ ഇന്നസെന്റ് ആണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടുകൊണ്ടാണോ? ആ പോലീസ് കമ്മീഷൻ മാറ്റാൻ പാടില്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞ അദ്ദേഹമാണല്ലോ. അതെന്താ അങ്ങനെ സംഭവിക്കുക? കാരണം എന്താ? അപ്പൊ ഇതൊന്നും യാദൃശ്ചികമായി സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളല്ല. തൃശൂർ പൂരത്തിനകത്ത് ഒരു വിഷയം ഉണ്ടാകുന്നു, ആ വിഷയം ഉണ്ടാക്കുന്നു, അത് ഉണ്ടാക്കുന്ന പോലീസിന് പങ്കുണ്ട്. പക്ഷെ വിഷയം ഉണ്ടായതിന്റെ പേരിൽ മാത്രം പൂരം നിർത്തിവെച്ച എങ്ങനെയാണ്? പൂരത്തിന്റെ വെടിക്കെട്ട് നടത്താൻ പാടില്ല പ്രഖ്യാപിക്കുന്ന ആരാണ്? ഏത് കമ്മിറ്റി കുറിച്ച്? പൂരത്തിന്റെ മേളം മധ്യത്തിൽ വെച്ച് നിർത്തിവെക്കുന്ന ആരാണ്? അതിന് പ്രധാനപ്പെട്ട പന്തലിന്റെ ലൈറ്റ് ഓഫ് ചെയ്യുന്ന ആരാണ്? ആന എഴുന്നള്ളിപ്പ് നിർത്തി ഒറ്റയാളിൽ പോകാൻ തീരുമാനിക്കുന്ന ആരാണ്? ഇതൊക്കെ ലക്ഷക്കണക്കായ ആളുകൾ കാത്തിരിക്കുന്ന, കൊണ്ടാടുന്ന ഒരു പൂരത്തിന്റെ നടത്തിപ്പിനിടയിൽ ഇത്തരം വളരെ അപ്രതീക്ഷിതമായ രീതിയിൽ ഒരു എക്സ്ട്രീം പൊസിഷനിലേക്കാണ് എത്തിച്ചേരാൻ ഇടയാക്കിയ സാഹചര്യം. അല്ല ശ്രീ സുനിൽകുമാർ, താങ്കൾ ഉന്നയിച്ച ഈ ചോദ്യങ്ങളുണ്ടല്ലോ ഇപ്പോൾ പറഞ്ഞു, അതിന് ഉത്തരം ഇനി എങ്ങനെ കിട്ടും? അന്വേഷണം നടന്നിട്ടില്ല എന്നാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് പറയുന്നത്. അത് ഞാൻ ഈ സർക്കാരിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ്. ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ അല്ലെങ്കിൽ മുഴുവൻ ആളുകളും ഈ പൂരത്തിനെ തകർക്കാൻ ശ്രമിച്ചവരല്ല. പൂരത്തിന്റെ നടത്തിപ്പിൽ ഏറ്റവും നന്നായി ഇടപെട്ട ഒരു വിഭാഗം ആയിരക്കണക്കായ പോലീസുകാരാണ്. തൃശ്ശൂർ പൂരം നന്നായി നടക്കണമെങ്കിൽ പോലീസിന് ഉണ്ടാവണം, പോലീസിന് ശക്തി ഉണ്ടാവണം. ആ പോലീസ് നന്നായി എല്ലാ കാലത്തും നന്നായി പ്രവർത്തിച്ചുകൊണ്ട് തന്നെയാണ് തൃശ്ശൂർ പൂരം എല്ലാ കൊല്ലം ഭംഗിയിൽ നടക്കാറുള്ളതും. അപ്പൊ തൃശ്ശൂർ പൂരത്തിന്റെ നടത്തിപ്പിൽ പോലീസിന് വലിയ പങ്കുണ്ട്. അതൊന്നും കുറച്ച് കാണിക്കാനോ ഇല്ല എന്ന് പറയാൻ നമുക്കൊന്നും അറിയില്ല. ഏതെങ്കിലും ചില ഉദ്യോഗസ്ഥന്മാർ അവർ തനിഷ്ടപ്രകാരം എന്തെങ്കിലും ചെയ്യുകയും അത് ബോധത്തോടെ ചെയ്യുകയും അത് പരസ്പരം ആലോചിച്ച് ചെയ്യുകയും ആരായിട്ടാണ് ആലോചന നടന്നിട്ടുള്ളതെന്നും എങ്ങനെയാണ് നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരട്ടെന്ന്. ശരി, വളരെ നന്ദി ശ്രീ വി എസ് സുനിൽകുമാർ, താങ്കൾ പ്രതികരിച്ചത്. എന്തായാലും ഇക്കാര്യത്തിൽ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്ന വളരെ ഗുരുതര ആരോപണം വി എസ് സുനിൽകുമാർ ഉന്നയിക്കുകയാണ്. കുറേ ചോദ്യങ്ങൾ അദ്ദേഹം ഈ ഘട്ടത്തിലും ചോദിക്കുന്നുണ്ട്. അതിന് ഉത്തരം എങ്ങനെ കിട്ടുമെന്നറിയില്ല. അന്വേഷണം നടന്നിട്ടില്ല എന്ന് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് തന്നെ പറയുന്നു. എന്നാൽ മൊഴിയെടുത്തു എന്നാണ് ഇതിലെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികൾ പറയുന്നത്. അതിനിടയിൽ എന്ത് സംഭവിച്ചു എന്നാണ് ഇനി അറിയേണ്ടത്.